എനിക്കിപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ പേര് തന്നെയാണോ വിളിച്ചത്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതിനെ സിനിമയുടെ അധികം വലുതായിട്ട് അദ്ദേഹമായ റോൾ അഭിനയിച്ച ആളാണ്, നാടകക്കാരനാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതാണ് നേരത്തെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ചീഫ് ഗസ്റ്റായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ അതുകൊണ്ടാണ് ഈ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി കണക്കാക്കി ഈ ഓഡിയോ ചെയ്തി അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും രണ്ട് വാക്ക് പറയും. എനിക്കറിയില്ല എന്തൊക്കെ പറയാനായിട്ട് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ സ്റ്റേജിൽ കയറാതെ ഞാൻ ആ പാട്ട് കിട്ടുമായിരുന്നു. അതിനകത്ത് ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്കെന്താ പറയണമെന്ന് സന്തോഷം അനുഭവം. പിന്നെ ഇതുപോലെയാണ് എല്ലാവരും ഒരാളാവുന്നതിനാണ് ഗസ്റ്റുകളാവുന്നതിനാണ്. നിങ്ങളും നാളെ മറ്റു രീതിയിലുള്ള ഗസ്റ്റായിട്ടാണ് നിർമ്മിച്ചേക്കാം. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ തുടങ്ങിയപ്പോഴാണ്. ഓക്കെ, താങ്ക് യു. നാളെ നിങ്ങൾ ഇതുപോലുള്ള വലിയ അറിയപ്പെടുന്ന ഒരു ആളായി മാറിയിട്ട് ഇങ്ങനെ വന്നു നിൽക്കട്ടെ. നിങ്ങളുടെ കണ്ണ് നിറയുന്നത് ഞാൻ കാണുന്നു. സന്തോഷം. മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും. കാര്യം ഇതിന് മുമ്പത്തെ സാറിൻ്റെ മൂവീസ് എടുത്ത് നോക്കിയാലും സാർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ചെറുപ്പകാലം മുതൽ റൊമാൻറ്റിക് സോങ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ഏസ് പ്ലെയറാണ്. അപ്പം അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സബ്ജക്റ്റാണ്, ഒരു ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് പിന്നീട് കഥ കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ട്. അതായത് ഒരു ആക്ഷനാണ്, ഒരു ഫാമിലി സെന്റിമെന്റ്സ് ഉണ്ട്, ത്രില്ലറാണ്, റൊമാൻസ് ഉണ്ട്, എല്ലാം ചേർന്നിട്ടുള്ളൊരു ഫ്ലേവറുള്ളൊരു സിനിമയാണ്. പിന്നീട് കൂടുതൽ വർക്ക് ചെയ്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന് പറയുന്ന ആളുടെ ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. എന്താ പറയുക, ഒരു സാധാരണ നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഒരു ഹീറോ ഓറിയന്റഡ് മൂവി ആയിരിക്കും, അല്ലെങ്കിൽ മെയിൽ ഓറിയന്റഡ് മൂവീസാണ്. പക്ഷെ സംഭവം അതല്ല. കാര്യം ഇതിവിടെ ഇരിക്കുന്ന രണ്ട് സുന്ദരിമാര്, രണ്ട് ആക്ട്രസസ്, അവരെ കൊണ്ട് ഫൈറ്റ്, അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാത്ത പരിപാടിയൊന്നുമില്ല. സോ ഐ വിൽ സേ ദിസ് ഇസ് നോട്ട് ആൻ ആക്ടർ ഓറിയന്റഡ് മൂവി, ദിസ് ഇസ് ഈക്വലി ആക്ടേഴ്സ് ഓറിയന്റഡ് മൂവി. പെൺപിള്ളേരെ സുന്ദരിമാരെയായിട്ട് കാണിക്കാനും പെൺപിള്ളേരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ എന്താ പറയുക ഊറ്റിയെടുക്കാൻ ഹീ ഈസ് എ ബ്രില്യൻ ഡയറക്ടർ. അത് എനിക്കോട് അഭിനയിച്ചേക്കുന്ന അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടേക്കുന്ന ആൽബംസിലും അറിയാം, ഹീ പ്രസന്റ് ദ ബെസ്റ്റ്, ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ആക്ടേഴ്സ് ആൻഡ് ഹീ ഈസ് വൺ ബ്രില്യൻ ഡയറക്ടർ ടു വർക്ക് വിത്ത്. പിന്നെ ഇതിൽ സാധാരണ ഒരു ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഫൈറ്റിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും, സോങ്ങിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും, ഡാൻസിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാത്തിലും പുള്ളിയുടെ ടച്ച് ഉണ്ട്. ഫൈറ്റ് ആയിക്കോട്ടെ, സോങ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് ഓൺ ദിസ് ഡിസിഷൻ. ദിസ് ഈസ് ആൻ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഷോ. അത് തന്നെയാണ് ചിത്രി. ആൻഡ് ഐ എം സോ ഹാപ്പി ടു വർക്ക് വിത്ത്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സജഷൻ പറഞ്ഞാലും സാറ് പറയും അങ്ങനെയല്ല, എൻ്റെ ഒരു രീതി ഉണ്ടെന്നുള്ളത്. പക്ഷേ കം ടു സ്ക്രീൻ ഇഫ് ഐ സേ ഈസ് റൈറ്റ്. എനിക്ക് കൂടുതലൊന്നും പറയാനുണ്ട്. കാര്യം ഇനിയിപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടറിനൊന്നും പറയാൻ പറ്റാത്ത തരത്തിൽ കൂടെ സംസാരിച്ച് തീർത്തു. പിന്നെ ഇപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൽബം തുടങ്ങിയ ടൈമിൽ അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ലവ് സോങ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ജനറേഷനിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ സാറൊക്കെ കൊളാബറേറ്റ് ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പൊതുവെ കൂടുതലും കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ സ്കെയിലുള്ള, പിന്നെ ഞാൻ ഇവിടെ പുറപ്പുറത്തിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് പുറപ്പുറത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആബ്സല്യൂട്ട്ലി ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് സാറിൻ്റെ സിഗ്നേച്ചറുള്ള ഒരു സിനിമയാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതും ഇത്ര നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതും അതിയായ സന്തോഷമാണ്. Looking forward to the release. സംസാരിക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഇവരുടെ മോശായത. So this is my second movie. I'm
very excited and looking forward to it. Thank you so much, Vijayan sir, for trusting me once again in Chinkili and giving me an opportunity to work with you and with a wonderful cast and crew. Thank you so much, everyone. Amit Chetta, Vinay Chetta, it was really a pleasure working with you and the other two beautiful ladies. Ranjit sir, what an amazing melodious music, and the entire cast and crew. Anil sir, thank you for that. I mean, it was the first movie was also your novel. This is also you're the writer of the story. Thank you so much, and I love you all my Malayali friends. This is like my second home now. Thank you. We need your love and support for Chinkili. It's Korchu Malayalam. Okay, is this your first Malayalam movie? Namaskaram. Ellavarkum sukumalle. At this respond, so I can understand I'm speaking right or wrong. Ellarum ഒന്ന് കൈയടിച്ചാൽ മതി, come on. So I don't understand if I'm speaking right or wrong. So I cannot speak so much good Malayalam like Moksha, Aarti and the other cast and crew. So, but I'll try a little bit. So, Chittani and Adya Malayalam cinema. Enakku vellare sandasham. Or anyway, just forgive me. I just forgot the other there. And second thing, thank you so much, Vijayan sir, for trusting me to be a part of one of the central characters in Chinkili. Sir has kept the movie under wraps, the face under wraps. And also, I have made good friends with my co-star, Moksha and Aarti and other people. I don't have much scenes with the other, but I enjoy like backscreen. And that's it. Looking forward to that. And also, the other co-stars were very senior to me. And Joy Anthony, Sudesh sir, Johnny Anthony sir, Amit sir, everyone. And just looking forward to the reviews. Thank you so much.